ഹായ് ഫ്രണ്ട്സ്, അമ്മ മനസ്സ് സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണും. മേഘയുടെ വീട്ടിൽ ഇതാ മേഘയും മുത്തശ്ശിയും അതേപോലെ തന്നെ ജാനകിയും മനോഹരനും ഒക്കെ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. മേഘമോളെ, നീ ചോദിച്ച ഫയലാ ഇതാ, എല്ലാം ഉണ്ട്, എല്ലാം ശരിയാണോ നോക്ക്. അതേസമയം മുത്തശ്ശി പറയാണ്, ജാനകി എന്താ ഇത്, എന്തിനാ നീ ഇങ്ങനെ ഓരോന്ന് ഇരുന്ന് ആലോചിക്കുന്നേ? നടന്നത് നടന്നു, അത് പോട്ടെന്നേ. ആരതിയുടെ കല്യാണ ദിവസം അടുത്തില്ലേ, അതിന് ഇനിയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ നോക്കണ്ടേ? അവരങ്ങനെ ഓരോന്നും പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആകാശിൻ്റെ അച്ഛനും അമ്മയും വണ്ടിയുമായി വന്നു. ആകാശിൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ ആരതിക്ക് നല്ല സന്തോഷം തോന്നി. പക്ഷേ അവർ വന്നത് വാസുവിൻ്റെയും ജ്യോതിയുടെയും റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ടാണ്. അവരെ കണ്ടപ്പോൾ തന്നെ ആരതിക്ക് നല്ല സന്തോഷമായി. അതേസമയം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ കൊടുത്ത തിരി നന്നായി കൊളുത്തി ആളിപ്പടരാൻ വേണ്ടി പോകുന്നു. അതിനു വേണ്ടിയാണ് അവർ വന്നത്. അവരെ കണ്ടതും എല്ലാവരും പറയാണ്, വരൂ ഇരിക്കൂ. ആരതി അവരുടെ അടുത്ത് പറയാണ്, വരൂ അമ്മേ, വരൂ അച്ഛ, ഇരിക്കൂ. അതേപോലെ തന്നെ മേഘയും, അങ്കിൾ ഇരിക്കൂ ഇരിക്കൂ അങ്കിൾ. അപ്പോൾ തന്നെ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, അതൊന്നും വേണ്ട, എനിക്ക് ആരതിയുടെ അമ്മയോടൊന്ന് സംസാരിക്കണം. അപ്പോഴേക്കും മേഘയുടെ മനസ്സിൽ കത്തി, അതുതന്നെയാണ് സംഭവം എന്ന് മേഘ മനസ്സിൽ ചിരിക്കുകയാണ്. മേഘ അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ പറയാണ്, അതിനെന്താ, ഇതാ ഇവിടെയുണ്ട്, സംസാരിച്ചോളൂ. അപ്പോൾ മുത്തശ്ശി, അല്ലാതെ വീട്ടിൽ വന്നവർ ഇരുന്ന് സംസാരിക്ക്, നിന്ന് സംസാരിക്കാതെ. പിന്നെ മുത്തശ്ശി പറയാ, ആരതി നീ പോയി നല്ലൊരു കോഫി എടുത്ത് കൊണ്ടുപോയി ഇവർക്ക്, വേഗം ചെല്ലേ. ശരി മുത്തശ്ശി. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, അതൊന്നും വേണ്ട മോളെ. ആരതി അപ്പം ഞെട്ടിപ്പോയി. ആരതി ചോദിക്കാണ്, അപ്പോൾ അച്ഛൻ വീണ്ടും പറയാണ്, വേണ്ട വേണ്ട മോളെ. അപ്പോൾ ജാനകി പറയാണ്, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ, എന്താ സംസാരിക്കാനുള്ളത്? അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? അവിടെയുള്ളവരൊക്കെ ആദ്യോടെ നിൽക്കുകയാണ് പരസ്പരം അവർ നോക്കിയിട്ട്. അപ്പോൾ അതേ സ്ഥാനത്ത് മേഘയാണെങ്കിലോ മനസ്സിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ നിങ്ങൾ കേട്ടത് എന്ന് പറയൂ. ആരതിയുടെ അച്ഛൻ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് ജ്യോതി എന്നൊരു സ്ത്രീയുമായി റിലേഷൻഷിപ്പിലാണോ? അപ്പോൾ അതിനിടയ്ക്ക് സിദ്ധുവും അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ജാനകിയും സിദ്ധുവും ആരതിയും ഒക്കെ ഞെട്ടാണ്. അതേസമയം മുത്തശ്ശി നെഞ്ചത്ത് കൈവച്ചിട്ട് എന്ത് പറയാണ് വിഷമത്തോടെ. അതേസമയം മനോഹരൻ, ആരോ പണി കൊടുത്തു, ഇനി ആരതിയുടെ കല്യാണം നടന്നത് തന്നെ. ജാനകി സിദ്ധുവിനെ നോക്കുകയാണ് വിഷമത്തോടെ. അതേസമയം മുത്തശ്ശി എണീറ്റ് നിന്ന് ചോദിക്കുകയാണ്, അല്ല അതിപ്പോൾ ആരെങ്കിലും ഈ കുടുംബത്തോട് ദേഷ്യമുള്ളവർ പറഞ്ഞതായിരിക്കും, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? കേട്ട് ആകാശിൻ്റെ അച്ഛൻ ചൂടായിട്ട് പറയാണ്, ഞാൻ നിങ്ങളോടല്ല ചോദിച്ചത്, ഞാൻ ജാനകിയോടാണ് ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം ജ്യോതിയെ നോക്കിയിട്ട് പറയാണ്, ജാനകിയെ നോക്കിയിട്ട് പറയാണ്, പറയണം നിങ്ങളുടെ ഹസ്ബൻഡ് ജ്യോതി എന്ന് പറഞ്ഞൊരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പിലാണോ എന്ന്. ഉണ്ടായ കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ട് ജാനകി വിഷമത്തോടെയാണെങ്കിലും പറയാണ്, അതെ, നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്. അത് കേട്ടപ്പോൾ ആരതി പറയാണ്, അമ്മേ. അതേപോലെ തന്നെ സിദ്ധുവും, അമ്മേ. മുത്തശ്ശിയും പറയാണ്, ജാനകി. അദ്ദേഹം ജ്യോതി എന്ന് പറയുന്നൊരു സ്ത്രീയുമായിട്ട് തെറ്റായ റിലേഷൻഷിപ്പിലാണ്. ആരതി വിഷമത്തോടെ പറയാണ്, അമ്മേ. മുത്തശ്ശി, അയ്യോ, ജാനകി ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞ് എല്ലാം നശിപ്പിച്ചല്ലോ. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, സാരില്ല, നിങ്ങൾ സത്യം സമ്മതിച്ചല്ലോ. ഇതുപോലൊരു കുടുംബം ബന്ധമായി സ്ഥാപിക്കാൻ നമ്മൾക്ക് താല്പര്യമില്ല. അത് കേട്ട് ആരതിയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടാണ്. ആരതി വിഷമത്തോടെ കരയുകയും ചെയ്യാണ്. നിശ്ചയത്തിന് ശേഷം ആ ബന്ധം പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ എനിക്ക് നേരിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഈ കല്യാണം ഇനി നടക്കില്ല, നടക്കാൻ പാടില്ല. മേഘ അപ്പോഴും ഒന്നും പറയാതെ ചിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കുടുംബക്കാരെല്ലാം എന്നെയും എൻ്റെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തും. എൻ്റെ സ്വന്തം ബന്ധങ്ങൾക്ക് എതിരായി ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല. അതുകൊണ്ട് ആരതിക്ക് നല്ലൊരു ബന്ധം കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കുക. ഞങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണം. ജാനകി പിന്നെ മോളെ നോക്കിയിട്ട് വിളിക്കുകയാണ്, മോളെ ആരതി. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ വിഷയം രമ്യമായി തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞങ്ങൾ ഇറങ്ങുന്നു. സിദ്ധു വിളിക്കുന്നുണ്ട് പുറകിൽ നിന്നും. സാർ. ആകാശിൻ്റെ അച്ഛൻ പ്രത്യേകം വിളിക്കുകയാണ്, മോളെ ആരതി. എൻഗേജ്മെൻറ്റിന് ശേഷം ആകാശുമായി നീ വളരെ അടുത്ത് ഇടപഴകി എന്ന് ഞാൻ അറിഞ്ഞു. ഇനിമേൽ നീയും ആകാശും യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. നീ സാവധാനം ആകാശിനെ മറക്കണം. അതാണ് നിനക്കും നല്ലത്, ആകാശിനും നല്ലത്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ശരിയോ തെറ്റോ എന്നെനിക്കറിയില്ല.
പക്ഷേ ഈ തീരുമാനം എനിക്ക് മാറ്റാൻ കഴിയില്ല. ജാനകി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ ഇറങ്ങുന്നു, വാ പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോവാണ്. അപ്പോൾ ആരതി പറയാണ്, അമ്മേ അമ്മേ അവർ പോകുന്നു അമ്മേ, ഞാനെങ്ങനെ അമ്മേ ആകാശില്ലാതെ ജീവിക്കുക? ജാനകിയാണെങ്കിൽ, മോനെ സിദ്ധു സിദ്ധു, മോളെ ആരതി, അമ്മേ അമ്മേ അവരോട് പോകരുത് എന്ന് പറയമ്മേ. അമ്മേ അവരെ പറഞ്ഞ് മനസ്സിലാക്കമ്മേ, അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ എന്ത് ചെയ്യാനമ്മേ? അവരോട് ചോദിക്കമ്മേ, അമ്മേ എന്നെ ശിക്ഷിക്കരുത് എന്ന് അവരോട് പറ. തിരിഞ്ഞു പോകുന്ന അവരോട് മേഘ പറയാണ്, ഒരു മിനിറ്റ്. അപ്പോൾ അവരവിടെ നിന്നു. മേഘ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് എന്നിട്ട്, അല്ല ഈ വാസുദേവൻ അങ്കിള് ജ്യോതിയുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? ഈ വീട്ടിലുള്ള ആരോ തന്നെ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞത്. അത് കേട്ട് മുത്തശ്ശി പറയാണ്, ആഹാ. അതേസമയം മനോഹരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ല ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നോ? അപ്പോൾ അത് ആരായിരിക്കും? മേഘയും അവരോട് ചോദിക്കുകയാണ്, ഈ വീട്ടിലുള്ളവരോ? ആര്? പേര് പറഞ്ഞില്ല, പക്ഷേ ഈ വീട്ടിലുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. മേഘ എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ പറയാണ്, ഏത് നമ്പറിൽ നിന്നാണ് നിങ്ങൾക്ക് കോൾ വന്നത് എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം പറയാണ്, തീർച്ചയായും പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ നമ്പർ എടുത്തു കൊടുക്കുകയാണ്. ആകാശിൻ്റെ അച്ഛൻ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടുകയാണ്, പ്രത്യേകിച്ച് സിദ്ധു എന്നിട്ട് അപ്പം തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് ചന്ദ്രികയുടെ നമ്പറാണല്ലോ. പിന്നെ മേഘയും ഒന്നും അറിയാത്ത രീതിയിൽ പറയാണ്, ഇത് ചന്ദ്രികയുടെ നമ്പറാണല്ലോ. മനോഹരൻ പറയാണ്, ചന്ദ്രികയായിരുന്നോ? മുത്തശ്ശിയൊക്കെ മൂക്കത്ത് വിരൽ വെക്കാണ്. മേഘ എന്നിട്ട് നല്ല രീതിയിൽ ചോദിക്കുകയാണ്, ആ നമ്പറിൽ നിന്നാണോ കോൾ വന്നത്? ഈ നമ്പറിൽ നിന്നാണ് കോൾ വന്നത്. വാസുദേവൻ ജ്യോതിയുമായി തെറ്റായ റിലേഷൻഷിപ്പിലാണെന്നും ആ കുടുംബത്തിൽ പോയി എന്തിനാ നിങ്ങളുടെ മകനെ കല്യാണം ആലോചിക്കുന്നത് എന്നും ചോദിച്ചു. ഭാരതി വിഷമത്തോടെ ചിന്തിക്കുകയാണ്, ചന്ദ്രിക? നല്ല കാര്യം, കല്യാണത്തിന് മുന്നേ എന്നോട് ഈ കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ. ഇല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഇത് വലിയ പ്രശ്നമായി മാറിയേനെ. ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാലേ. സാർ ഒരു മിനിറ്റ്. അതേപോലെ തന്നെ മേഘയും പറയാണ്, ഒന്ന് നിൽക്കൂ. ചന്ദ്രികയുടെ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്നതെന്ന് പറഞ്ഞില്ലേ, ആ ഫോണൊന്ന് കാണിക്കാമോ? ഇതാ നോക്ക്, 2 ദിവസത്തിന് മുമ്പേ ഫോൺ ചെയ്ത് സംസാരിച്ചതാ. നോക്കിയിട്ട് സിദ്ധു പറയാണ്, ചന്ദ്രികയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് കോൾ പോയിരിക്കുന്നത്. ചന്ദ്രിക ഇങ്ങനെ ഒരു കാര്യം ചെയ്തോ? അവളിങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ലല്ലോ. സിദ്ധു എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുത്തു. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയണം, ശരി ഞങ്ങൾ ഇറങ്ങുന്നു. അമ്മേ അവർ പോയ അമ്മേ, അവരോട് പോകരുതെന്ന് പറയാമ്മേ. ജാനകിയാണെങ്കിൽ വിഷമത്തോടെ വിളിക്കുകയാണ്, ആരതി കരയില്ല ആരതി, പോകണ്ട എന്ന് പറയാമ്മേ, അവരോട് നിൽക്കാൻ പറയാമ്മേ. അമ്മേ അവർ പോകുന്ന കണ്ടില്ലേ? മേഘ ഒന്നും അറിയാത്ത ഭാവത്തിൽ, ആരതി എന്തുമാത്രം സ്വപ്നം കണ്ടതാ? ചന്ദ്രിക എല്ലാം നശിപ്പിച്ചല്ലോ. അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? ആരതി ഒരു നല്ല കുടുംബത്തിൽ വിവാഹം കഴിച്ച് പോകുന്നതിന് അവൾക്കെന്താ ഇത്ര പ്രശ്നം? ഇങ്ങനെ അസൂയുള്ള ഒരുത്തിയെ ഞാൻ കണ്ടിട്ടേയില്ല. അവൾക്കൊരു നല്ല വിവാഹ ജീവിതം കിട്ടിയില്ല എന്ന് വെച്ച് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നതിൽ എന്ത് സുഖമുള്ളത്? ആരതി, നിന്റെ വിവാഹം പ്ലാൻ ചെയ്ത് മുടക്കിയത് ചന്ദ്രികയാണ്. അവളോട് ഒരിക്കലും നീ ക്ഷമിക്കരുത്. അപ്പോൾ മനോഹരൻ പറയാണ്, ഇങ്ങനെ ഒരു വൃത്തികെട്ട പണി ചെയ്തിട്ട് എത്ര നല്ലവളായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു പെണ്ണ് തന്നെ മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ? ഇവളൊക്കെ എന്തൊരു ജന്മമാണോ എന്തോ. അവൾക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം കിട്ടില്ല. ഞാൻ ശപിക്കുക. മേഘ അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ മുത്തശ്ശി, ഞാനാണ് ഇത് ചെയ്തത് എന്ന് അറിയാതെ ശപിക്കുകയാണല്ലോ. മേഘ അപ്പോൾ പറയാണ്, മുത്തശ്ശി വെറുതെ ഇരിക്കും മുത്തശ്ശി. മുത്തശ്ശിയും അതേപോലെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ അവളെ പറഞ്ഞപ്പോൾ ഇവക്കെന്ത് പറ്റി? ഇവക്കെന്താ ഇത്ര ദേഷ്യം? ഇവളാണോ? മനോഹരനും പറയാണ്, മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടമില്ലാത്ത ചന്ദ്രികയാണ് ആ മഹേന്ദ്രനും ലക്ഷ്മിയും തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രിക എങ്ങനെയാ ഫോൺ ചെയ്ത് ഈ കാര്യം പറയുക? ജാനകി വിളിക്കുകയാണ്, ആരതി, അമ്മേ, അയ്യോ. ആരതി കരയല്ലേ മോളെ, നിന്റെ തലയിൽ ഭഗവാൻ എന്താണോ എഴുതിയത് അതല്ലേ നടക്കൂ. അമ്മേ കരയല്ലേ മോളെ. എന്തൊക്കെ വിധിച്ചിട്ടുണ്ടെങ്കിലും ചന്ദ്രികയെ പോലെയുള്ള ക്രിമിനൽസ് ഉള്ളപ്പോൾ ആരതിക്ക് വിധിച്ചതും നടക്കില്ല. ചന്ദ്രിക നമ്മുടെ കുടുംബത്തോട് പകരം ചോദിക്കാനാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. ആദ്യം മഹേന്ദ്രൻ അച്ഛനെയും ലക്ഷ്മി അമ്മയെയും ഇവിടെ നിന്നും അകറ്റി. പിന്നെ അമ്മായിയെയും വാസു അമ്മാവനെയും തമ്മിൽ അകറ്റി. ഇപ്പോൾ ആരതിയുടെ ജീവിതവും നശിപ്പിച്ചു. ചന്ദ്രികയെ ഇങ്ങനെ വിട്ടാൽ അവൾ നമ്മൾ എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കും. മേഘ പറയാ, ആരതിക്ക് വലിയ വീട്ടിൽ നിന്നും ബന്ധം സ്ഥാപിച്ചത് ആ ചന്ദ്രികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളേക്കാൾ സ്റ്റാറ്റസ് ഉയർന്നു പോകുമെന്ന് ചന്ദ്രികയ്ക്ക് ആദ്യ. അതുമാത്രമല്ല, ആരതിയുടെ വിവാഹം ഞാനാ നടത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ടാണ് ചന്ദ്രിക ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവം ആരതി, ഇതുപോലെ നല്ലൊരു ബന്ധം അവൾക്കിനി എവിടെ നിന്ന് കിട്ടാനാ? ഈ ബന്ധം നടന്നില്ലെങ്കിലും സാരില്ല അമ്മായി, നമുക്ക് വേറൊരു ബന്ധം നോക്കാം. പക്ഷേ അവരോടും പോയി ചന്ദ്രിക ഈ കാര്യം പറയില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? ആരതിക്ക് വേണ്ടി നമ്മൾ എവിടെ ചെന്ന് വിവാഹം ആലോചിച്ചാലും അവിടെയൊക്കെ ചെന്ന് ചന്ദ്രിക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരതിയുടെ ജീവിതം നശിപ്പിക്കും. അപ്പോൾ
ആ ചന്ദ്രിക ആരതിക്ക് ഒരു നല്ല കല്യാണം നടക്കാൻ സമ്മതിക്കില്ല അല്ലേ മുത്തശ്ശി? അതേസമയം ആരതി വിഷമത്തോടെ കരയാണ്. അതേപോലെ തന്നെ ജാനകിയും. അതേ മുത്തശ്ശി, ചന്ദ്രികയുടെ ഉദ്ദേശം തന്നെ അതാ. ഇതിനെല്ലാം കാരണം ചന്ദ്രിക മാത്രമാണ് മുത്തശ്ശി. ആ ചന്ദ്രികയെ വെറുതെ വിടാൻ പാടില്ല. ജാനകി അവളെ വിളിച്ച് നാക്ക് താണുപോകുന്നത് പോലെ 4 വർത്തമാനം പറയും. ജാനകി അപ്പം തന്നെ, സുന്ദരി ദാ വരുന്നു മേഡം. പറയൂ മേഡം. പോയി ആ ചന്ദ്രികയെ കൂട്ടിക്കൊണ്ടുവാ. ശരി മേഡം. അതേസമയം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രികയെ ഇന്നത്തോടെ നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ പരസ്പരം നോക്കുകയാണ്. അതേസമയം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, അമ്മായിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? ചന്ദ്രിക അവിടെ വീട്ടിൽ എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ അരിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് സുന്ദരി പറയാണ്, ചന്ദ്രികയെ നിന്നെ ജാനകി മേഡം വിളിക്കുന്നു. ശരി, ഞാൻ വരാം. ചന്ദ്രിക അങ്ങനെ അവിടത്തേക്ക് പോവുകയാണ്, ജാനകി മേഡം വിളിച്ചതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് സിദ്ധു പോവുകയാണ്. അപ്പോൾ മേഘ പറയാണ്, സിദ്ധു നീ എവിടത്തേക്ക് പോകുന്നു? ചന്ദ്രിക ആകാശിൻ്റെ അച്ഛന് ഫോൺ ചെയ്ത് ആരതിയുടെ വിവാഹം തന്നെ മുടക്കിയിരിക്കുക. വലിയ തെറ്റ അവൾ ചെയ്തത്. അവളെ വെറുതെ വിടാൻ പാടില്ല. നീയും ഇവിടെ തന്നെ നിൽക്കണം. ആരതിയും കരഞ്ഞുകൊണ്ട് പറയാണ്, ഏട്ടൻ എന്താ പോകുന്നേ? ആരതി, നിന്റെ ജീവിതം ഇങ്ങനെ തുലച്ചവളെ നീ വെറുതെ വിടാൻ പാടില്ല. ചന്ദ്രിക അവിടെ എത്തി. ചന്ദ്രിക പരുങ്ങലോടെ എല്ലാവരെയും നോക്കുകയാണ്. അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. മുത്തശ്ശി പറയാണ്, എടി ചന്ദ്രികയെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുക അല്ലേ? ചന്ദ്രിക ആരതിയോട് ചോദിക്കുകയാണ്, എന്താ ആരതി ഇവരെല്ലാം എന്താ പറയുന്നേ? ചന്ദ്രികയെ ഒരുപാട് അഭിനയിക്കല്ലേ, നിനക്കൊന്നും അറിയില്ല അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കാനല്ലേ നീ അങ്ങനെ ചെയ്തത്? പറ, എന്താ ആരതി നീ പറയുന്നേ? ഒന്ന് നിർത്ത് ചന്ദ്രികയെ. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു. ഞാൻ എത്ര ആഗ്രഹത്തോടെ സ്വപ്നം കണ്ട് നടന്നതാണെന്നറിയോ? ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കിയില്ലേ? നീ ഗതി പിടിക്കില്ല. എന്താ ഇവരൊക്കെ പറയുന്നത്? എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നൊന്നും ചന്ദ്രികയ്ക്ക് അറിയാതെ ചന്ദ്രിക ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചന്ദ്രികയ്ക്ക് വല്ലാത്തൊരവസ്ഥ തോന്നി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ആരതി പറയാണ്, എൻ്റെ അച്ഛനാണ് എൻ്റെ ജീവിതം തൊലച്ചത് എന്നാണ് ഞാൻ കരുതിയത്. നീയും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ചന്ദ്രികയെ. ആരതി, ഇങ്ങനെ ഒരുത്തിയുടെ മുഖം എനിക്ക് കാണണ്ട. എഴുത്തിന് പിടിച്ച് പുറത്താക്ക്. എല്ലാവരും ചേർന്ന് വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് തള്ളുകയാണ്. വലിച്ച് പുറത്താക്കവളെ എന്ന് പറഞ്ഞിട്ട് മേഘയും കിട്ടിയ അവസരം മുതലാക്കിയില്ല. അതേപോലെ തന്നെ മനോഹരനും മുത്തശ്ശിയും ചന്ദ്രികയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. പോടി അവിടുന്ന്. ചന്ദ്രിക അവിടെ കിടന്ന് കരയാണ്, എന്താ കാര്യം എന്നറിയാതെ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.